അങ്ങനെ ബാസ വേഴ്സസ് മയോർക്ക മത്സരത്തിൽ ബാസ 5-1 വിൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സീസണിൽ മയോർക്ക എന്ന് പറയുന്ന ടീം തോൽവി നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അവർ മെയിൻലി ഒരു ഗോൾ ഡിഫറൻസിലൊക്കെയാണ് തോൽക്കാറ്. പക്ഷേ ഈ ഒരു സീസണിൽ ഇതാദ്യമായിട്ടാണ് അവർ 4 ഗോളിൻ്റെ ഡിഫറൻസിലൊക്കെ തോൽക്കുന്നത്. ഇപ്പോൾ ബാസ ഇത്രയും വലിയൊരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. കാരണം റീസെൻ്റ്ലി നടന്ന 3 ലാലിഗ മാച്ച് എടുത്ത് നോക്കുകയാണെങ്കിൽ, അതായത് റയൽ സൊസിഡാഡ് മാച്ച് ആയിക്കോട്ടെ, സെൽറ്റ വിഗോ മാച്ച് ആയിക്കോട്ടെ, അതേപോലെ തന്നെ ലാപാൽമാസ് മാച്ച് ആയിക്കോട്ടെ, ആ ഒരു മാച്ചിലുള്ള ബാസ പ്രകടനം എന്ന് പറയുന്നത് അപ് ടു ദി ലെവലല്ലായിരുന്നു. അത് ഇപ്പോൾ ബാസ കുറേ ഷോട്ടും കാര്യങ്ങളും അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഗോൾ കൺവേർഷൻ്റെ കാര്യത്തിൽ ബാസ വീക്കായിരുന്നു. അതേപോലെ തന്നെ കുറേ മിസ് പാസും കാര്യങ്ങളും ബാസ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഈ ഒരു മാച്ചിലേക്ക് വന്നപ്പോഴേക്കും കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. ഈ ഒരു മൊമെൻറ്റം കീപ്പ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. ഇനി ഈ ഒരു മാച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ ഒരു മാച്ചിൻ്റെ സ്റ്റാർട്ടിംഗ് ലെവലിൽ ലെവൻഡോസ്കിനെ ഈ ഒരു ഹാൻഡ്ഷിപ്പിലേക്ക് ഇറക്കിയിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം പറഞ്ഞത് ഈ ഒരു ലെവൻഡോസ്കിക്ക് പ്രോപ്പർ റെസ്റ്റ് ആവശ്യമാണ്. കാരണം ഇനി നടക്കാൻ വേണ്ടി പോകുന്ന മത്സരം എന്ന് പറയുന്നത് ഈ ഒരു റയൽ ബെറ്റീസും അതേപോലെ തന്നെ ബുർസിയ മാച്ചൊക്കെയാണ്. അപ്പോൾ പ്ലെയർ കുറച്ചും കൂടി ഫിറ്റായിട്ട് നിൽക്കണമെങ്കിൽ ഈ ഒരു മാച്ചിൽ റെസ്റ്റ് കൊടുക്കണമെന്നൊക്കെയായിരുന്നു ഫ്ലിക്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. അതുകൊണ്ട് ഈ ഒരു മാച്ചിൽ ലെവൻഡോസ്കി ഉണ്ടായിരുന്നില്ല. പകരം ഫെറാൻ ടോറസ് ആണ് ഉണ്ടായത്. ഫെറാൻ ടോറസിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് ഒരു ആവറേജ് ആയിരുന്നു. ഈ ഒരു മാച്ചിൻ്റെ 12-ാം മിനിറ്റിൽ പ്ലെയർ ഒരു ഗോൾ നേടിയിട്ടുണ്ടെങ്കിലും ടോപ്പ് ആയിരുന്നില്ല പ്ലെയറിൻ്റെ ഓവറോൾ പെർഫോമൻസ്. പക്ഷേ പ്ലെയറിൻ്റെ ഓഫ് ബോൾ മൂവ്മെൻറ്റ്സ് ഒക്കെ അത്യാവശ്യം നൈസ് ആയിരുന്നു. കറക്റ്റായിട്ടൊക്കെ പ്ലെയർ അവൈലബിൾ ആവുന്നുണ്ട്. പക്ഷേ ഫിനിഷിങ്ങിൻ്റെ കാര്യത്തിലൊന്നും പ്ലെയർ ഇപ്പോഴും ബെറ്റർ ആയിട്ടില്ല. അതേപോലെ തന്നെ ഫസ്റ്റ് ടച്ചൊക്കെ ഷോക്കായിരുന്നു. കുറേ ഇമ്പ്രൂവ് ആവാനുണ്ട്. ഇപ്പോൾ പ്ലെയറിന് ആ ഒരു ചേഞ്ച് ക്രിയേറ്റ് ആണെങ്കിൽ ഈ ഒരു ഗെയിം ടൈം അത്യാവശ്യമാണ്. ഫ്ലിക്ക് കൊടുക്കുകയോ ഇല്ലയോ എന്നതെല്ലാം കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. എന്തായാലും ഈ ഒരു വിൻ്റർ ട്രാൻസ്ഫർ വിൻഡോയിൽ പ്ലെയറെ സെല് ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള റൂമേഴ്സ് കഴിഞ്ഞ ഒരു സെപ്റ്റംബർ ഒക്ടോബർ ടൈമിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതായത് യുവൻറ്റസ് ഒക്കെ ടാർച്ച് ചെയ്യുന്നുണ്ട് എന്ന്. അപ്പോൾ എങ്ങനെയായിരിക്കും റിയാലിറ്റി എന്നത് കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. എന്തായാലും എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ പ്ലെയറിനൊരു പ്രോപ്പർ ഗെയിം റീതം കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഹാൻസി ഫ്ലിക്കിൻ്റെ അണ്ടറിൽ ഫെറാൻ ടോറസ് പഴയ ഫോമിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. നടക്കുകയോ ഇല്ലയോ എന്നതെല്ലാം നമുക്ക് നോക്കാം. പിന്നെ ഈ ഒരു മാച്ചിൻ്റെ 43-ാം മിനിറ്റിൽ മയോർക്ക ഈക്വലൈസർ നേടി. ബാസ അത്യാവശ്യം നല്ലൊരു ഓഫ് സൈഡ് ട്രാപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിനെയും മറികടന്നിട്ടാണ് ഈ ഒരു മയോർക്ക ആ ഒരു ഗോൾ നേടുന്നത്. അത്യാവശ്യം നൈസായിട്ടുള്ളൊരു ഗോളായിരുന്നു. അങ്ങനെ ഈ ഒരു മാച്ചിൽ ഫസ്റ്റ് ഹാഫ് 1-1 സമനിലയായിട്ടാണ് നിന്നത്. ശരിക്കും ഈ ഒരു ഫസ്റ്റ് ഹാഫിൽ തന്നെ ബാസക്ക് അത്യാവശ്യം നല്ലൊരു ലീഡ് നേടാൻ പറ്റുമായിരുന്നു. പക്ഷേ പ്രോപ്പർ ഗോൾ കൺവേർഷൻ ഫെറാൻ്റെ ഭാഗത്ത് നിന്ന് ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് വലിയൊരു ലീഡ് ഫസ്റ്റ് ഹാഫിൽ നേടാൻ സാധിക്കാതെ പോയത്. അത് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിലേക്ക് പോയപ്പോഴേക്കും ബാസ ട്രാക്കിലേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു മാച്ചിൻ്റെ 55-ാം മിനിറ്റിൽ ലെമീനെ ഈ ഒരു മയോർക്ക താരം ഫൗൾ ചെയ്തതിനെ തുടർന്ന് ബാസയ്ക്ക് ഒരു പെനാൽറ്റി ലഭിക്കുകയും റഫീനെ അത് ഗോളാക്കി മാറ്റുകയും ചെയ്തു. ആ ഒരു പോയിന്റ് മുതൽ ബാസ ട്രാക്കിലേക്ക് വരാൻ തുടങ്ങി. പിന്നെയുള്ള പെർഫോമൻസ് പറയുന്നത് വൺ സൈഡഡ് ആയിരുന്നു. അതായത് ബാസ നല്ല രീതിയിൽ ഡോമിനേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസൊക്കെ കാണാൻ സാധിച്ചു. അങ്ങനെ ഈ ഒരു മാച്ചിൻ്റെ 74-ാം മിനിറ്റിൽ അവിടെ റഫീനയുടെ ഭാഗത്ത് നിന്ന് വീണ്ടും ഒരു ഗോൾ കണ്ടു. ഈ ലെമീൻ്റെ ഒരു ട്രയൽ അസിസ്റ്റ് ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ആ ഒരു അസിസ്റ്റിലൂടെയാണ് നമ്മുടെ റഫീന ആ ഒരു ഗോൾ നേടുന്നത്. അപ്പോൾ ഈ ഒരു സീസണിൽ ഇത് 3-ാമത്തെ തവണയാണ് ലെമീൻ്റെ ഭാഗത്ത് ഇതേ രീതിയിലുള്ളൊരു അസിസ്റ്റ് ഒക്കെ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഈ ഒരു മാച്ചിൻ്റെ 79-ാം മിനിറ്റിൽ ഈ ഒരു ഫ്രാങ്ക് ഡിയോങ് ഒരു ഗോൾ നേടുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഗോളിൻ്റെ ബിൽഡപ്പിലും ലെമീന് അത്യാവശ്യം നല്ലൊരു ഇൻവോൾവ്മെൻറ്റ് ഉണ്ടായിരുന്നു. ലെമീൻ്റെ ഒരു ട്രിവിയൽ പാസ് ഈ ഒരു പാവ വിക്ടറിന് ലഭിക്കും. പാവ വിക്ടർ കട്ട് ബാക്ക് പാസ് കൊടുക്കുകയും ഫ്രാങ്ക് ഡിയോങ് അത് ഗോളാക്കി മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നൈസായിട്ടുള്ളൊരു ഗോൾ തന്നെയായിരുന്നു അത്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു മാച്ചിൻ്റെ 84-ാം മിനിറ്റിൽ പാവ വിക്ടർ ഒരു ഗോൾ നേടി. ഈ ഒരു ഫ്രാങ്ക് ഡിയോങ്ങിൻ്റെ അസിസ്റ്റിലാണ് ഈ ഒരു പാവ വിക്ടർ ഗോൾ നേടുന്നത്. അപ്പോൾ ഈ ഒരു മാച്ചിൽ ഫ്രാങ്ക് ഡിയോങ് എന്ന് പറയുന്ന താരം ഈ ഒരു നമ്പർ 10 റോളിലാണ് കൈകാര്യം ചെയ്തത്. അപ്പോൾ കൂടുതലും പ്ലെയറെ ഈ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ റോളിലൊക്കെ കളിപ്പിക്കാറുണ്ട്. പക്ഷേ ഈ ഒരു മാച്ചിൽ ആ ഒരു റോൾ കൊടുത്തപ്പോഴേക്കും ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ഫ്രാങ്ക് ഡിയോങ്ങിനെ കാണാൻ സാധിച്ചു. അതുമാത്രമല്ല അത്യാവശ്യം നല്ലൊരു വർക്ക് റേറ്റ് പ്ലെയറിൻ്റെ ഭാഗത്ത് ഒഫൻസീവ് വൈസ് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഡിഫൻസീവ് വൈസ് അത്ര ഇല്ലെങ്കിലും ഒഫൻസീവ് വൈസ് നല്ലൊരു വർക്ക് റേറ്റ് കാണാൻ സാധിച്ചിട്ടുണ്ട്. സോ ഇനി അങ്ങോട്ടുള്ള മാച്ചിൽ ഫ്രാങ്ക് ഡിയോങ്ങിനെ ആ റോൾ കളിപ്പിക്കുന്നതായിരിക്കും ബെറ്റർ. ചിലപ്പോൾ ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് കാര്യങ്ങളും ആ റോളിൽ കാണാൻ സാധിക്കുമെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഇതായിരിക്കും റിയാലിറ്റി എന്നത് കണ്ടു തന്നെ അറിയാം. അപ്പോൾ ഈ ഒരു മത്സരത്തിൽ ഒട്ടുമിക്ക ബാസ താരങ്ങളും അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫിലാണ് മികച്ച രീതിയിൽ പെർഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഒരു റിക്വസ്റ്റ് പറയുന്നത് ഈ ഒരു ഫോം മെയിൻറ്റെയിൻ ചെയ്യുക. ഇനി അങ്ങോട്ടുള്ള മാച്ചിലൊക്കെ തന്നെ ഈ ഒരു ഫോം മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. സീസൺ എൻഡാകുന്നത് വരെ ഈ ഒരു ഫോം മെയിൻറ്റെയിൻ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. പിന്നെ ഈ ഒരു മത്സരത്തിൽ നമ്മുടെ റഫീനിയൊക്കെ കിടിലനായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഒരു ഹാട്രിക്ക് നേടാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് കൺവേർട്ട് ചെയ്യാൻ സാധിച്ചില്ല. എന്തായാലും റഫീനയുടെ ഭാഗത്ത് നിന്ന് നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാണാൻ സാധിച്ചു.
അപ്പോൾ എന്തായാലും ശരി, നെക്സ്റ്റ് മാച്ച് എന്ന് പറയുന്നത് ഈ ഒരു റയൽ ബെറ്റിസ് മാച്ചാണ്. ആ ഒരു മത്സരത്തിൽ ബാസ ടോപ്പായിട്ട് പെർഫോം ചെയ്താലേ കാര്യമുള്ളൂ. ലീഗ് നമ്മുടെ കയ്യിൽ നിൽക്കണമെങ്കിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യണം. പിന്നെ നമ്മുടെ വിക്ടർ ഓക്കെ എന്തായാലും സ്റ്റാർട്ടിംഗ് ലെവലിൽ വരാനുള്ള ചാൻസ് കാണുന്നുണ്ട്. അതിൻ്റെ പ്ലെയർ നല്ല രീതിയിൽ മോട്ടിവേറ്റഡ് ആണ്. അപ്പോൾ ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് ബാസയുടെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചില്ലെങ്കിൽ വിക്ടർ ഓക്കെ നമുക്കിട്ട് പണി തരും. അപ്പോൾ എന്തായാലും റിയാലിറ്റി എന്നതെല്ലാം ആ ഒരു മാച്ചിൽ കണ്ടു തന്നെ അറിയാം. അപ്പോൾ ഈ ഒരു മാച്ചിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.